ഹീറോയുടെ എൻട്രി എങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരാം? സീൻ ഞാൻ വായിച്ചിരുന്നു സർ. സാർ എഴുതിയിരിക്കുന്ന പോലെ ഒരു ബൈക്ക് ജമ്പ് തന്നെയാണ് പ്ലാൻ. മൂന്ന് കാറിനിടയിൽ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവും. ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ, എനിക്ക് സംശയമുണ്ട്. ഒരു മാറ്റവും ഇല്ലല്ലോ. ആഞ്ജനേയ സ്വാമി. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അയ്യോ, ഇത് ഗോപാലകൃഷ്ണൻ അല്ലേ? നമ്മുടെ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണ എന്തുദ്ദേശിച്ചാണാവോ എഴുന്നള്ളത്? മനുഷ്യന്റെ മനസമാധാനം കളയാനായി. എടോ, താനെന്തീ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? ഇതെന്താ ശൂന്യാകാശത്തിലെത്തിയോ? ഇതെവിടെ? ഒരേ സമയം ഇത്രയും പേർ ചേർന്ന് ഒരാളെ എങ്ങനെ തല്ലുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അടിച്ചോ അടിച്ചോ. ഒളിക്കടവിൽ അമ്മൂമ്മമാരെ കുളിച്ചും കാണുന്നവരെ അടിച്ചോ 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 അടിച്ചോ. ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. ഒരു ഭൂമി ഉൽക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നതവിടെ? നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല. നിന്നെ നിന്റെ തന്തയും കാരണം കേന്ദ്ര സർക്കാർ ഈ ബസ് സ്റ്റോപ്പ് വരെ നിരോധിക്കാൻ പോവാണ്. ഒരൊറ്റ അടിയാണ്. പിന്നെ കമാന്നൊരക്ഷരം ഞാൻ കേട്ടില്ല. ഇന്നൊരു മൂളക്കം മാത്രം. ഇവരൊക്കെ ഇപ്പോഴും ജീവനോടുണ്ടാ? സത്യം എനിക്ക് മനസ്സിലായി. എന്ത് സത്യം മനസ്സിലായി? ചെവി പൊത്തിയടിച്ച മൂക്കിന്ന് ഇങ്ങനെ ചെറുന്ന് രക്തം വരുമെന്ന്. ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? ഇങ്ങനെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. എന്താടാ ഈ കാട്ടി വച്ചിരിക്കണ? എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? ഒറ്റ കീറ് വെച്ചോ. അയ്യോ, എന്താണ്ട് മറന്നല്ല. This is my entertainment.